മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തട്ടിപ്പ് നടത്തിയെന്ന് പരാതി ഉയർന്നു. കണ്ണൂർ DCCയുടെയും മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും പേരിൽ കക്കാട് മണ്ഡലം സെക്രട്ടറി ടി മുരളി വ്യാജ സീലുണ്ടാക്കി ജോലി വാഗ്ദാനം ചെയ്തതാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ടി മുരളിക്കെതിരെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞു. പ്രദീപ് നാരായണൻ കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, പറയൂ വിവരങ്ങൾ. അഞ്ച് പേർക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ 3 പേർക്കും ഒരു സഹകരണ ബാങ്കിൽ 2 പേർക്കും ഉൾപ്പെടെ 5 പേർക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് 10 ലക്ഷത്തോളം രൂപ കോൺഗ്രസിന്റെ കക്കാട് മണ്ഡലം സെക്രട്ടറി ടി മുരളി കൈപ്പറ്റിയെന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ PS ചന്ദ്രൻ തില്ലങ്കേരിയും ഒപ്പം DCCയും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ ACPക്കായിരുന്നു പരാതി നൽകിയത്. ആ പരാതി ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് കൈമാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഓരോ ആളിൽ നിന്നും 2 ലക്ഷത്തോളം രൂപ വീതം കൈപ്പറ്റി എന്നാണ് പരാതി. കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്തവരിൽ നിന്ന് വിശ്വാസം പിടിച്ചു പറ്റാനായി കോർപ്പറേഷൻ തൂപ്പുജോലിക്കാരുടെ യൂണിഫോം ഉൾപ്പെടെ നൽകിയെന്ന വിവരം കൂടി പുറത്തു വരുന്നു. എന്തായാലും ഗുരുതരമായ ഒരു പ്രശ്നമാണ് കണ്ണൂർ DCCയിൽ ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു മണ്ഡലം ഭാരവാഹി തന്നെ ജോലി തട്ടിപ്പ് നടത്തി പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ഒരു വാർത്ത അത് DCCയിലും വലിയ പ്രശ്നത്തിനിടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ചന്ദ്രൻ തില്ലങ്കേരിയും ഒപ്പം DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. SKN. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.